എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ റാഞ്ചിയും ആ ബ്രോ ഹോലോയും അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ട്രാപ്പിൽ വന്ന് വീഴുകയാണ്. അടുത്ത നിമിഷം അവരുടെ മുൻപിലേക്ക് പിങ്ക് തലയൻ സയന്റിസ്റ്റ് അവൻ കടന്നു വരികയാണ്. അവന്റെ ആഗ്രഹം ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും അവന്റെ എക്സ്പെരിമെന്റിന് വിധേയമാക്കുക എന്നത് മാത്രമാണ്. അവനെ കാണേണ്ട താമസം നമ്മുടെ ഹോലോ ബ്രദർ. അവനാണെങ്കിൽ ഇപ്പൊ പിങ്ക് തലയനെ തിരിച്ചറിയും. അവൻ ആരാണെന്നും എന്താണെന്നുള്ള കാര്യം അവൻ റാഞ്ചിയോട് പറഞ്ഞ് വരച്ച് അങ്ങനെ നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങുകയാണ്. റാഞ്ചിയാണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവന്റെ ബാങ്കായി പവർ അത് തന്നെ ഉപയോഗിച്ച് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ ആ സയന്റിസ്റ്റിന്റെ പവർ അതൊട്ടും കുറവല്ല, അതൊരുപാട് കൂടുതലാണ്. അവൻ ഈസിയായി ആ ഒരു ബാങ്കായി പവർ തന്നെ അങ്ങനെ തല്ലി തകർത്ത് കളയുകയാണ്. റാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ഇത്രയും സ്ട്രോങ്ങും അത്ര വേഗം തകർക്കാൻ കഴിയാത്തതുമായ അവന്റെ പവറിനെ എങ്ങനെ കൊണ്ട് ഇത്ര വേഗം തകർക്കാൻ കഴിഞ്ഞു ചിന്തിച്ച് അവൻ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആയി അങ്ങനെ പകച്ചു നിൽക്കും. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവൾക്ക് വാണിംഗ് കൊടുക്കും. 3000 ഹോളോസിന്റെയും സോൾ റിപ്പേഴ്സിന്റെയും പവർ എനിക്കുണ്ട്. അത് മാത്രമല്ല, ഞാൻ വെറും ഒരു ഹോലോ അല്ല, നിന്റെ മാസ്റ്ററിന്റെ ഒരു വേർഷൻ കൂടെയാണ് ഞാൻ. സോ എനിക്ക് നിന്നെ വളരെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഇതിൽ കൂടുതൽ മറ്റ് തെളിവുകൾ ആവശ്യമില്ല. പറയുന്ന അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് നീ അനുസരിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും. പക്ഷേ നിന്റെ ലക്ഷ്യം അതല്ല, എന്നെ തിരികെ അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ ഡിസ്ട്രോയ് ചെയ്യും. നിന്റെ കൂടെയുള്ളവരെയും ഞാൻ വെറുതെ വിടില്ല. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒർഹിബയെ രക്ഷിക്കാനല്ലേ ഇവിടേക്ക് വന്നത്. ഒരു കാരണവശാലും അവളുടെ ഏഴയലത്ത് നിന്നെ കൊണ്ടെത്താനാവില്ല. എന്നെ പോലുള്ള ഒരുപാട് പവർഫുൾ അരങ്കാസ് അവൾക്ക് ചുറ്റുമുണ്ട്. ക്യാപ്റ്റൻ ഐസൻ ഒരുപാട് അരങ്കാസിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവനാണെങ്കിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ആ മോൺസ്റ്റർ രൂപത്തിലേക്ക് മാറും. റുക്കിയയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മറ്റുള്ളവരുടെ സഹായവും തേടാനായിട്ട് പറ്റില്ല. കാരണം അവരെല്ലാവരും ഒന്നിച്ച് പ്രതിജ്ഞ എടുത്തതാണ് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. സോ ബാക്കിയുള്ളവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. മാത്രമല്ല ഒർഹിബയെ അവളെ എത്രയും വേഗം കണ്ടുപിടിക്കുകയും വേണം. റുക്കിയാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കില്ല. ഡു ഓർ ഡൈ. എനിക്ക് ഇപ്പൊ വെറുതെ ഇരിക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും ഇവനെ ഡിഫീറ്റ് ചെയ്യണം. എന്റെ ഫ്രണ്ട്സിന് കൊടുത്ത വാക്ക് അതെനിക്ക് കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അവർക്കൊരിക്കലും ഞാനൊരു ബേർഡൻ ആവാനായിട്ട് പാടില്ല. റുക്കിയ അവളും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇത് എന്റെ സമയം തന്നെയാണെന്ന് പറഞ്ഞ് അവളുടെ സ്ക്വാഡ് കറക്കി ഇപ്പോ അവന് നേരെ പാഞ്ഞടുക്കും. അവനും മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ വെപ്പനും നല്ല ഫോഴ്സിൽ കറക്കി വീണ്ടും അവളുടെ ബോസിന്റെ രൂപത്തിലേക്ക് തന്നെ വരും. ആ അരങ്കാറാണെങ്കിൽ വളരെ ട്രിക്കിയാണ്. അതുകൊണ്ട് തന്നെ അവൻ റുക്കിയുടെ ബോസിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തോ അതുപോലെ തന്നെ റുക്കിയെ ഡൈവേർട്ട് ചെയ്യും. അതിനുശേഷം അവന്റെ പവർ ഉപയോഗിച്ച് അവൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. ഇവിടെ റുക്കിയയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ ഒരു സെക്കൻഡ് കൺഫ്യൂസ്ഡ് ആവും. ആ ഹോലോ ആണെങ്കിൽ ഇപ്പൊ അവളുടെ ബോസിന്റെ രൂപത്തിലാണ്. സോ ആ ഒരു രൂപം കാണുമ്പോൾ അവൾക്ക് അവനെ കൊല്ലാനായിട്ട് മനസ്സ് വരില്ല. റുക്കിയ ആണെങ്കിൽ ടെൻസ്ഡ് ആയി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കണ്ട ആ ഹോലോയ്ക്ക് ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവന്റെ ചമ്പത്തും അങ്ങനെ കറക്കി എടുത്ത് അവൾ ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു വെട്ടില് പൂർണ്ണമായിട്ടും തകർന്ന് റുക്കിയ താഴേക്ക് വീഴും. അവളങ്ങനെ താഴേക്ക് വീഴുന്തോറും പഴയ ചില ഫ്ലാഷ് ബാക്കുകൾ അത് അവളുടെ മനസ്സിലൂടെ അങ്ങനെ മിന്നിമായാണ്. ഫ്ലാഷ് ബാക്കിൽ അവൾ വാള് വീശുമ്പോഴേക്കും ഹോലോ ആണെങ്കിൽ ബോസിനെ തന്നെ അവൾക്ക് നേരെ വലിച്ചെറിയാണ്. ആ വാളിൽ അങ്ങനെ ബോസ് കുത്തിക്കയറി അവളെ ഹഗ് ചെയ്ത് നല്ല രീതിയിൽ എൻജോയ്ഡ് ആവുകയാണ്. റുക്കിയാണെങ്കിൽ ആ സീൻ കണ്ട് അങ്ങനെ പേടിച്ച് നിലവിളിക്കും. അവൾക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു കുറ്റബോധം അവളുടെ മനസ്സിലേക്ക് കയറി വരും. കാരണം അവൾക്ക് അവൻ വെറും ഒരു ബോസ് മാത്രമല്ല, അവളുടെ ടീം ക്യാപ്റ്റനാണ്, അവളുടെ മാസ്റ്ററാണ്, അതുപോലെ തന്നെ അവളുടെ ബ്രദറാണ്. സോ അവൾക്ക് ആ ഒരു വേർപാട് അത് സഹിക്കാനാവില്ല. റുക്കിയുടെ മനസ്സും വിഷമമൊക്കെ കണ്ട് ആ ബോസ് ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും നീ എനിക്ക് വേണ്ടി റിഗ്രറ്റ് ചെയ്യാനായിട്ട് പാടില്ല. എനിക്കറിയാം ഇത് ചെയ്തത് നീയല്ല എന്ന്. ആ ഹോലോ ആണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്റെ ലൈഫിൽ എനിക്കാകെ കിട്ടിയ സന്തോഷം ഇതാണ്. നിന്റെ കൈകൊണ്ട് എനിക്ക് മരിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞ് അവൻ താഴേക്ക് വീഴും. ഇതാ ഇപ്പൊ പ്രസന്റ് കാണിക്കും. റുക്കിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കും. അവളുടെ മാസ്റ്ററിനെ ആ ഒരു ഹോലോ ആണ് ഡൈവേർട്ട് ചെയ്ത് ഇപ്രകാരം ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതേ മോൺസ്റ്റർ തന്നെയാണ് അവളുടെ ബോസിന്റെ രൂപം ഉപയോഗിച്ച് അവളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും ഞാനിതിൽ വീണു പോകാനായിട്ട് പാടില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഒരു അഗ്നി പരീക്ഷണം അത് മറികടന്നേ മതിയാവെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ പവറും കോൺഫിഡൻസും അതൊക്കെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതേസമയം അരങ്കാറാണെങ്കിൽ വീണ്ടും അവളെ അറ്റാക്ക് ചെയ്യാൻ അടുത്തേക്ക് പാഞ്ഞടുക്കും. അവനാണെങ്കിൽ വീണ്ടും അവൾ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അവൾ വീണ്ടും തളർന്ന് താഴേക്ക് വീഴുകയാണ്.
അവളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു ബ്രോക്കൺ പീസസ് പോലെ ചില മെമ്മറീസ് കടന്നു വരും. ആ ഒരു മെമ്മറിയിൽ ഇപ്പോഴും അവളുടെ ബോസ് മാസ്റ്റർ ബ്രദർ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല. ആളാണെങ്കിൽ അവൾക്ക് കൂടുതൽ പവറും എൻകറേജ്മെന്റും സപ്പോർട്ടും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഇമാജിനേഷനിൽ മാസ്റ്റർ ആണെങ്കിൽ അവൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ഒരു കുഞ്ഞ് അനുജത്തെ പോലെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തെറ്റുകൾ ഒന്നൊന്നായിട്ട് ചൂണ്ടിക്കാണിച്ച് അതെല്ലാം തന്നെ പരിഹരിച്ച് അവളെ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റും. റുക്കിയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ട് ഒരുപാട് സന്തോഷത്തിൽ ചിരിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ഹോളോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അടികിട്ടി ഇവൾക്ക് പ്രാന്തായോ ചിന്തിച്ച് അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരികയാണ്. റുക്കിയുടെ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു പോയ പവറും ഒക്കെ കുറേശ്ശെയായിട്ട് വർദ്ധിക്കാനായിട്ട് തുടങ്ങും. അവൾ അങ്ങനെ പതിയെ എഴുന്നേറ്റ് സ്ക്വാഡ് കയ്യിൽ പിടിക്കും. അരങ്കാരനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം മരണത്തോട് മല്ലടിച്ചിരുന്ന റുക്കിയ അവളിപ്പോ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. ആ അരങ്കാർ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ റുക്കിയാണെങ്കിൽ അവളുടെ സ്ക്വാഡ് എടുത്ത് അതിനെ ആഞ്ഞു വെട്ടും. ആ ഒരു വെട്ടലില് അതിന്റെ ബോഡി മുഴുവൻ തകർന്ന് ഇപ്പൊ എന്തോ ഒരു പച്ച നിറത്തിലുള്ള ലിക്വിഡ് അതങ്ങനെ പുറത്തേക്ക് സ്പ്രെഡ് ആവും. അരങ്കാറാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. അത് കേട്ട് നമ്മുടെ റുക്കിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളുടെ കോൺഫിഡൻസ് അത് കൂടി വരും. ആ മോൺസ്റ്റർ ആണെങ്കിൽ മുഴുവനായിട്ടും തകർന്ന് താഴേക്ക് വീഴുന്ന അതേ സമയം ആ ബോസിന്റെ സോള് അതങ്ങനെ സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് വരികയാണ്. റുക്കിക്കാണെങ്കിൽ അത് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം. അവളും ഇപ്പൊ പതിയെ താഴേക്ക് വീഴും. കാരണം റുക്കിയുടെ അവസ്ഥയും വളരെ മോശമാണ്. അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ ഫ്രണ്ട്സിന് വേണ്ടി പ്രയർ ചെയ്യും. മാത്രമല്ല ആ ബോസ് രക്ഷപ്പെട്ടതിൽ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം. അരങ്കാരനാണെങ്കിൽ ഓൾമോസ്റ്റ് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ റുക്കിയാണെങ്കിൽ ഇപ്പൊ അവളുടെ പഴയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ സെല്ലിലിരിക്കുന്ന നമ്മുടെ റുക്കിയായിരിക്കും കാണുക. അവളുടെ ഏറ്റവും വലിയ വിഷമവും കൺസേണും ഒർഹിബയെ കുറിച്ചാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും ഓൾമോസ്റ്റ് ഒരേ വിധിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒർഹിബ അവളൊരു നല്ല പെൺകുട്ടിയാണ്. അവൾക്ക് ഒരുപാട് പവറുണ്ട്. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം അത് അവൾക്ക് നന്നായിട്ടുണ്ട്. ഇച്ചിഗോയുടെ മേലിലാണ് തീർച്ചയായിട്ടും ഒർഹിബയെ ഇച്ചിഗോ തിരികെ പിടിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അത് അവൾക്കുണ്ട്. തീർച്ചയായിട്ടും ഒർഹിബ തിരികെ വന്ന് അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ആ പഴയ ലൈഫ് അത് ഹ്യൂമൻ വേൾഡിൽ മുൻപോട്ടേക്കും ജീവിച്ച് തീർക്കും എന്നവൾ അങ്ങനെ ഇമാജിൻ ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.